വയനാട് കായൽ മൂലയിൽ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ലക്ഷങ്ങളുടെ നെൽകൃഷി നശിച്ചതോടെ പ്രതിസന്ധിയിലായി കർഷകർ. വായ്പ എടുത്ത് കൃഷി ഇറക്കിയവർ ഇതോടെ കടക്കെണിയിലായി. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. വയനാട് നെന്മേനി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തുടർച്ചയായ 2 ദിവസമുണ്ടായ മഴയിലൂടെ കർഷകർ ദുരിതത്തിലായി. പ്രധാനമായി നെൽകൃഷി ഇറക്കിയ കർഷകർക്കാണ് ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായത്. കൊയ്തിട്ട നെല്ലാണ് മഴ ചതിച്ചതോടെ പൂർണ്ണമായി നശിച്ചത്. ഇത്തരത്തിൽ ഏക്കർ കണക്കിന് നെല്ലാണ് മഴയത്ത് വെള്ളത്തിലായത്. ഈ വർഷത്തെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മഴ, കാരണം ഈ സമയത്തൊന്നും നമ്മൾ അങ്ങനെ മഴ പ്രതീക്ഷിക്കാത്തൊരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മഴ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ നെൽകർഷകരൊക്കെ വളരെ ദുരിതത്തിലാണ്. കാരണം ഒരു വിധത്തിൽ അങ്ങനെയെങ്കിലും നെല്ലെല്ലാം കൊയ്തെടുത്ത് വീട്ടിലെത്തിച്ചു. പുല്ല് മുഴുവൻ വയലിൽ കിടന്ന് ഒരു പുല്ല് പോലും നമുക്ക് കിട്ടാത്ത അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ കർഷകന് ഒരുപാട് നഷ്ടങ്ങൾ ഇതുമൂലം സംഭവിച്ചിട്ടുണ്ട്. 30ഓളം വരുന്ന കർഷകരാണ് നിലവിൽ പ്രതിസന്ധിയിലായത്. അതോടൊപ്പം കൊയ്ത്തന്ത്രം കിട്ടാൻ താമസിച്ചതും സപ്ലൈകോ നെല്ല് സംഭരിക്കാൻ വൈകിയതും കർഷകർക്ക് വലിയ ആഘാതമായി. വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ആനുകൂല്യം കിട്ടിയില്ലെങ്കിൽ കാർഷിക മേഖല തീരാ നഷ്ടത്തിലാകുമെന്ന് കർഷകർ പറയുന്നു. ജനം, വയനാട്.